ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ നടന്നു വരുന്ന ഈ മഹനീയമായ ഈ ഗുരുദേവ കഥാസമാഹാരങ്ങളിലൂടെയും കൃതികളിലൂടെയും ഒക്കെയുള്ള ഈ സഞ്ചാരത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞത് ഭഗവത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ഒരു സഞ്ചാരമാണ് നടത്താൻ പോകുന്നത്. നമുക്ക് അരുവിപ്പുറം ക്ഷേത്രം പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഞാനിന്ന് പരാമർശിക്കാൻ പോകുന്നത്. കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിന് നാന്ദി കുറിച്ച കേന്ദ്രമാണല്ലോ അരുവിപ്പുറം. പ്രകൃതി സൗന്ദര്യം അതിൻ്റെ സർവാംഗീണീയമായ ഭാവാത്മകതയോടുകൂടി വഴിഞ്ഞൊഴുകുന്ന അരുവിപ്പുറവും പരിസരവും ഗുരുദേവനെ പണ്ടേ ആകർഷിച്ചിട്ടുള്ള ഒരു പുണ്യസ്ഥലമാണ്. അതിമനോഹരവും ആരോഗ്യസമ്പന്നവുമായ ഈ പ്രദേശം പുലികളുടെയും സങ്കേതമായിരുന്നു. ഒരുതരം വലിയ പാമ്പുകളും അവിടെ അധിവസിച്ചിരുന്നു. അരുവിപ്പുറം മലകൾ അഗസ്ത്യകൂടത്തിൻ്റെ ശാഖയായിട്ടാണ് കാണുന്നത്. മലകളുടെ ഇടയിലൂടെ വളഞ്ഞൊഴുകുന്ന നെയ്യാറ് അഗസ്ത്യകൂടത്തിലുള്ള പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നും ഉത്ഭവിച്ച് 35 മൈൽ ദൈർഘ്യമുള്ള തീരപ്രദേശത്തെ സസ്യശ്യാമളമാക്കിക്കൊണ്ട് അറേബ്യൻ സമുദ്രത്തിൽ പതിക്കുന്നു. നദി അരുവിപ്പുറം പ്രദേശത്തു കൂടി പ്രവഹിക്കുന്ന കാഴ്ച നയന മനോഹരമാണ്. അങ്ങനെ ആരെയും ആകർഷിക്കുന്ന ഈ പ്രവാഹം അവിടെയുള്ള ഒരു അഗാധ ഗർത്തത്തിൽ പതിച്ച് ഒഴുകിപ്പോകുന്നു. ഈ ഗർത്തത്തിന് ശങ്കരൻകുഴി എന്നാണ് പേര്. അടുത്തത് കൊടിതൂക്കിയ മലയാണ്. ഈ മലയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഉദ്ദേശം 1000 അടി പൊക്കം വരും. മലമുകളിലെത്താൻ 100-ലേറെ പടിക്കെട്ടുകൾ ഇപ്പോൾ ഉണ്ട്. ക്ഷേത്രത്തിൽ നിന്നും 30 മിനിറ്റ് കൊണ്ട് മലമുകളിലെത്താൻ കഴിയും. ഏറ്റവും ഉയരമുള്ള ദിക്കിൽ തറ സിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയിരുന്നത്. ഇവിടെ ഇരുന്ന് 4 ചുറ്റുമുള്ള ചക്രവാള സീമകളിലേക്ക് കണ്ണോടിച്ച് അനന്തതയുടെ അപാരതയിൽ മുങ്ങിത്തുടിക്കുന്നതിനോടൊപ്പം ഹൈന്ദവ ദേവാലയങ്ങളിലെയും ക്രിസ്തീയ ദേവാലയങ്ങളിലെയും ഇസ്ലാം ദേവാലയങ്ങളിൽ നിന്നുമുള്ള പ്രാർത്ഥനകൾ നമുക്ക് ശ്രവിക്കുകയും ചെയ്യാം. തനിമല ദേവാലയങ്ങൾ നമുക്ക് അവിടെ നിന്നാൽ ദൃശ്യമാവുകയും ചെയ്യും. അതായത് മലയുടെ മുകൾ പരപ്പിൽ നിന്നും അല്പം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 45 പടിക്കെട്ട് വഴി ഉദ്ദേശം 80 അടി ഇറങ്ങിച്ചെന്നാൽ ഗുരുദേവൻ തപസ് ചെയ്ത ഗുഹയിലെത്താം. ഈ ഗുഹയ്ക്ക് 1 കിലോമീറ്ററിലധികം ദൈർഘ്യം വരുമെന്ന് അറിയുന്നു. ഇതേവരെ ആരും തന്നെ ഈ ഗുഹയിൽ കൂടി സഞ്ചരിക്കാൻ തയ്യാറായിട്ടില്ല. അരുവിപ്പുറത്ത് വെച്ച് ഗുരുദേവൻ സന്ദർശിച്ചിട്ടുള്ള ഒരു വീടാണ് പുലിവാതുക്കൽ വീട്. ആ വീട് കൊടിതൂക്കിമലയുമായി ബന്ധിച്ച് കിടക്കുന്നതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമായ ഒരു മലയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മലയ്ക്ക് പുലിവക്ക് എന്നും ആ ഗുഹ ഇപ്പോഴും ഉണ്ട്. ആ ഗുഹയുടെ വാതുക്കൽ ഗുരുദേവനെ കാത്തു സൂക്ഷിക്കാൻ എന്നോണം പുലി വന്ന് നിൽക്കുമായിരുന്നു എന്നും അതിനാൽ ആ വീടിന് പുലിവാതുക്കൽ വീട് എന്നും പേര് ലഭിച്ചുവെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അരുവിപ്പുറം ക്ഷേത്രത്തിന് ആ നിമിത്ത കാരണം എന്താണെന്ന് നോക്കാം. നെയ്യാറ്റിക്കര പുലിവാതുക്കൽ കുടുംബക്കാരുമായി ഗുരുദേവന് നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. വേലായുധൻ വൈദ്യനുമായിട്ട് ഗുരുദേവൻ വളരെയധികം സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. വൈദ്യൻ പതിവായി ആരാധനയ്ക്ക് പോകാറുള്ള ആങ്കോട് ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ ഗുരുദേവൻ പുലിവാതുക്കൽ വീട്ടിൽ ചെന്നു. നാം കൂടി ഒരുമിച്ച് വരട്ടെയോ, അതായത് നാം കൂടി ക്ഷേത്രത്തിൽ വരട്ടെയോ എന്ന ചോദ്യം വൈദ്യന് വളരെ അനുഗ്രഹമായി. ഒരുമിച്ച് ഒട്ടുദൂരം നടന്ന് ക്ഷേത്രത്തിൻ്റെ തീണ്ടാപ്പാടകലെ കല്ല് നാട്ടിയിരുന്ന സ്ഥലത്ത് പ്രയാസപ്പെട്ടൊട്ട് വളഞ്ഞും ഒഴിഞ്ഞുമൊക്കെ നോക്കി വൈദ്യൻ ദീപാരാധന കണ്ടു തൊഴുതു. മഴ ചൊരിഞ്ഞുകൊണ്ടു ഇരിക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് പോറ്റിയോ മറ്റോ ഒരാൾ കുറേ കളഭം കൊണ്ടുചെന്ന് ഇട്ടുകൊടുത്തതും വൈദ്യൻ മുണ്ട് നിവർത്തിപ്പിടിച്ച് എടുത്തു മടങ്ങി. മടക്കയാത്രയിൽ ഗുരുദേവൻ പറഞ്ഞു: വൈദ്യ, ഇതെന്ത് കഷ്ടമാണ്. നമുക്ക് ഒരു ആരാധന സ്ഥലം ഉണ്ടാക്കിക്കൂടെ? നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ? അപ്പോൾ വൈദ്യൻ പറഞ്ഞു: പൊന്നുസ്വാമി, എന്നാൽ എന്തു രക്ഷയായി. ഉടനെ അതിന് തയ്യാറാകണം, വേണ്ടതെല്ലാം ചെയ്യാമെന്ന്. ഗുരുവിൻ്റെ മനസ്സിൽ സ്വരൂപിച്ച മഹാകാര്യങ്ങൾക്ക് ഇതൊരു തൽക്കാല കാരണവും കാര്യസാധ്യത്തിനുള്ള മാർഗങ്ങൾക്ക് സഹായകവുമായി. അരുവിപ്പുറം അപ്പോഴേക്കും ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമായി തീർന്നിരുന്നു. 1063 ആണ്ടത്തെ ശിവരാത്രിയോടുകൂടിയാണ് സ്വാമിയുടെ അഭിലാഷം പൂർത്തിയായത്, അല്ലെങ്കിൽ പുറത്തായത്. അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനോ ക്ഷേത്രമോ കെട്ടിടമോ പണിയുവാനോ ആ കാട്ടുപ്രദേശത്ത് യാതൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. സ്വാമിക്കതിൽ ആവശ്യം തോന്നിയിരുന്നുമില്ല.
പ്രതിഷ്ഠയുടെ കാര്യമൊക്കെ വൈദ്യരോട് പറഞ്ഞു. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് എന്തൊക്കെ ഒരുക്കണമെന്ന് വൈദ്യർ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ബിംബം വേണമല്ലോ. ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ സ്വാമി കുന്നിന്മേൽ നിന്ന് വൈദ്യരോടുകൂടി ഇറങ്ങി വരികയും ആറ്റിൻകരയ്ക്കുള്ള ഒരു സ്ഥലം വെടിപ്പാക്കാൻ ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പേ ആ സ്ഥലം സ്വാമിയുടെ പേരിൽ പതിപ്പിച്ചിരിക്കുകയാകണം. ഈ സ്ഥലത്തെപ്പറ്റി ശ്രീ പുരുഷോത്തമ പണിക്കർ അരുവിപ്പുറം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി അറിയിച്ചിരിക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുരയിടത്തിന് ശങ്കരൻകുഴി എന്നാണ് പേര്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവന് വേണ്ടി മഹാകവി കുമാരൻ ആശാൻ ഭൂമി പതിച്ചു കിട്ടുന്നതിന് വേണ്ടി സർക്കാരിന് അപേക്ഷ കൊടുക്കുകയും അതനുസരിച്ച് രാജകൽപ്പനയുണ്ടായി. ശ്രീനാരായണ ഗുരുവിന് ആശ്രമം കിട്ടുന്നതിന് പ്രാർത്ഥന നടത്തുന്നതിനും വേണ്ടി 1 ഏക്കർ 16 സെൻറ്റ് സ്ഥലം പതിച്ച് ലഭിക്കുകയുമുണ്ടായി. കൃത്യമായി തീയതി അറിയാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ അവിടെ പൊന്തിക്കിടുന്ന ആ പാറ സ്വാമി കാണിച്ചു കൊടുത്തു. കലാശാരിയെ വിളിച്ച് അതിന്മേലൊരു പീഠം കൊത്തിയുണ്ടാക്കാൻ സ്വാമി കൽപ്പിക്കുന്നു. ബിംബം ആ സ്ഥലത്തുണ്ടാകുമെന്നും പിന്നെ പനമ്പുകൊണ്ട് സ്ഥലം മറിച്ചാൽ മതിയാകുമെന്നും അരുളി ചെയ്തു. പൂജയ്ക്ക് ജ്യോത്സ്യനും തച്ചനും വേണ്ടി വന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ ശിവരാത്രിയാണ്. നേരത്തെ വിളക്കുകളും മറ്റും വച്ച് കവനീയമാക്കണം, അത്രയേ വേണ്ടൂ. അങ്ങനെ എല്ലാത്തിനും വൈദ്യൻ സമ്മതമറിയിക്കുകയാണ്. അരുവിപ്പുറത്തെന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കാട്ടുതീ പോലെ നാനാദിക്കിലും പരന്നു. ദീപയഷ്ടികളും പുഷ്പമാലകളും അവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ശിവരാത്രി ദിവസം പുലർന്നു. അന്ന് ഗുരുദേവൻ കൂടുതൽ ചിന്താമഗ്നനായിട്ടാണ് കാണപ്പെട്ടത്. ദിനകൃത്യങ്ങൾ പോലും ഓർമ്മിപ്പിക്കേണ്ടി വന്നു. പ്രതിഷ്ഠയ്ക്ക് ഉദ്ദേശിച്ച ആ പാറപ്പരപ്പിലെല്ലാം സജ്ജമായിരുന്നു. നേരം 11:00 സമീപിക്കുന്നു. ഗുരുദേവൻ സ്നാനം ചെയ്യാൻ പുറപ്പെട്ടു. കൂടുതൽ താഴ്ചയുള്ളതായി കരുതപ്പെട്ടിരുന്ന ഒരു കയത്തിലാണ്, അതായത് ശങ്കരൻകുഴിയിലാണ് പതിവിന് വിപരീതമായി ഇറങ്ങിച്ചെന്നത്. ആ ഭാഗത്താരും അങ്ങനെ ഇറങ്ങാറില്ല. കാരണം ആ കുഴിയുടെ ആഴം കണ്ടവരില്ല. 2-3 പേർ മുമ്പ് ആ കുഴിയിൽ മരണം അടഞ്ഞിട്ടുമുണ്ട്. ശിഷ്യജനങ്ങളുടെ തടസ്സങ്ങളൊന്നും തന്നെ ഗുരുദേവൻ വകവച്ചില്ല. ഭക്തന്മാരുടെ സങ്കീർത്തനങ്ങളും മറ്റും മുഴങ്ങുന്നുണ്ട്. ചുരുക്കം ചില ശിഷ്യന്മാർ മാത്രം ഗുരുദേവൻ ഇറങ്ങിയ ഭാഗത്ത് ശ്രദ്ധിച്ചു നിൽക്കുന്നു. സമയം അതിക്രമിക്കുകയാണ്. അവിടുന്ന് പൊങ്ങി വരുന്നില്ല. വിവരമറിഞ്ഞ് പലരും ആ ഭാഗത്ത് വന്ന് നിൽപ്പായി. വിഷമിച്ചു. പലരും മാറത്ത് കൈവച്ചുപോയി. ഒരു വാക്ക് പറയാൻ ആർക്കും നാവ് പൊങ്ങുന്നില്ല. അരുവിപ്പുറം മാത്രം ജയഭേരി മുറക്കുന്നു. ആർക്കും പരിഭ്രമം. അങ്ങനെ എല്ലാവർക്കും ആ പരിഭ്രമം പരമകാഷ്ഠയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ കാണാം സ്വാമികൾ വലത് കൈയിൽ ഒരു വിഗ്രഹം പൊക്കിപ്പിടിച്ച് ഇടത് കൈയോ കായികാഭ്യാസികളുടെ പാടവത്തോടെ പായൽ പറ്റിയ പാറച്ചെരുവിൽ ഊന്നിപ്പൊങ്ങി പ്രത്യക്ഷനാവുന്നു. ആറ്റിൽ നിന്നങ്ങനെ ഉദിച്ചു പൊങ്ങിയ ഭഗവാന്റെ മുഖം നേരെ നോക്കുവാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെയുണ്ടായിരുന്നു ആ മുഖത്തിൻ്റെ തേജസ്. അതൊരു വികസിച്ച അരുണാരവിന്ദം പോലെയായിരുന്നു. കണ്ണുകളുടെ ദീപ്തി പറയാനാവില്ല. പരമശാന്തതയ്ക്ക് പകരം ആ മുഖത്തപ്പോൾ അത്യുജ്വലകാന്തിയാണ് കളിയാടിയത്. പൂജാസാധനങ്ങൾ എടുത്തുകൊണ്ട് ഒക്കെ അപ്പോഴും ഗുരുദേവൻ്റെ മുഖത്ത് അവർക്കാർക്കും തന്നെ നോക്കുവാൻ ധൈര്യം വന്നില്ല. ആ സമയത്ത് മുകളിലുള്ള ആകാശത്തിലൊരു കാന്തി പ്രസരിച്ചു. അതിപ്പോഴും അങ്ങനെ ഒരു അനുഭവമാണ് അവിടെ നിന്നവർക്കുണ്ടായത്. ആ പ്രഭയുടെ വിശേഷം ശിവലിംഗ പീഠത്തിൽ ലയിച്ചു എന്നുള്ളതാണ്. അത് ഉറപ്പിക്കാൻ അഷ്ടബന്ധം വേണ്ടി വന്നില്ല. ഇങ്ങനെയാണ് ഗുരുദേവൻ അവിടുത്തെ അവതാരത്തിൻ്റെ ആദ്യാംശം വെളിപ്പെടുത്തിയത്. ആ ഒരു അത്ഭുതം അവിടെ വെളിപ്പെടുത്തിയത്. 1063 കുംഭമാസം 29-ാം തീയതി ശനിയാഴ്ചയാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടന്നത്. ഇക്കാലത്താണ് സുപ്രസിദ്ധമായ ശിവശതകം എന്ന കൃതി അവിടുന്ന് പൂർത്തിയാക്കിയത്. പ്രതിഷ്ഠാവിവരം കാട്ടുതീ പോലെയാണ് പരന്നത്. യാഥാസ്ഥിതികർക്കിടയിൽ അത് ദ്വിജ്വാലയായി വലിയ പരിഭ്രാന്തി തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത്. പലരും ആ നടപടി തികഞ്ഞ അനീതിയാണെന്ന് ആക്രോശിച്ചു. ഒറ്റയ്ക്കും കൂട്ടായും ചിന്തിച്ചും ചർച്ചകളും നടത്തി. എന്നാൽ എന്തുകൊണ്ടോ ക്ഷേത്രപ്രതിഷ്ഠയെ അസാധുവെന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പലരും അതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു പൂണൂലുകാരൻ വന്ന് നേരിട്ട് സ്വാമിയെ കണ്ട് ചോദിച്ചു, അബ്രാഹ്മണർക്ക് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് അവകാശമില്ലാത്ത സ്ഥിതിക്ക് ഈ ഈഴവൻ ശിവപ്രതിഷ്ഠയെ നടത്തിയത് ശരിയാണോ? ഒരു ഈഴവൻ ശിവപ്രതിഷ്ഠയെ നടത്തിയത് ശരിയാണോ? അവിടുന്ന് സാവധാനം ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണല്ലോ. പൂണൂൽക്കാരന് പിന്നീട് വാ പൊളിക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ആസ്തികരായ ഏവർക്കും സ്വതന്ത്രമായി ഈശ്വരാരാധന നടത്തുവാനുതകുന്ന തരത്തിൽ അരുവിപ്പുറത്തെ ക്ഷേത്രഭിത്തിയിൽ ചുവടെ പറയുന്ന സന്ദേശം പിന്നീട് സ്വാമികൾ എഴുതി വെപ്പിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ ചുവരെഴുത്ത് കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തെയും മാനവരാശിയെ മുഴുവനും തന്നെയും അവൻ പെട്ടിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പര്യാപ്തമായ മൃദുസഞ്ജീവിനിയായി തീർന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ആദ്യത്തെ ശാന്തിക്കാരനായി ഗുരുദേവൻ തിരഞ്ഞെടുത്ത ആളാണ് ശ്രീ ഭൈരവൻ ശാന്തി. ശ്രീനാരായണ ഗുരുദേവന് തപസ്സുകൊണ്ട് സിദ്ധിച്ച സർവജ്ഞതയും ത്രികാലജ്ഞാനവും ആദ്യമായി അരുവിപ്പുറത്താണ് നമ്മൾ അനുഭവത്തിൽ കാണുന്നത്. ഗുരുദേവൻ്റെ ആദ്യത്തെ സിദ്ധി പ്രകടനമായിരുന്നു ആ പ്രതിഷ്ഠാകർമ്മം. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണ്? മന്ത്രതന്ത്രാദികളോ വാദ്യമേളങ്ങളോ മുഹൂർത്തമോ ഗണനയ്ക്കോ കോടിയിൽ ലവം പോലും ചിന്തിക്കാതെ കേവലം ആത്മീയമായ മഹാപ്രഭാവം കൊണ്ട് മാത്രം നെയ്യാറ്റിൽ ഒരു കുഴിയിൽ മുങ്ങി കയത്തിൽ നിന്നും കിട്ടിയ ശിലയെടുത്ത് പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഗുരുദേവൻ തൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന മഹാതത്വം ആലോകനം ചെയ്ത് സ്ഥാപിച്ചത് പ്രതിഷ്ഠയുടെ മറ്റൊരു സവിശേഷതയാണ്. മഹത്വ തത്വങ്ങളുടെ കാതലായ അദ്വൈത സിദ്ധാന്തം ഗുരുദേവൻ ലോകത്തിന് സംഭാവന ചെയ്തത് അവിടെ വച്ചാണ്. മറ്റാരുടെയും പ്രേരണയോ അഭിപ്രായമോ ആരായാതെയാണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതെന്ന് തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പ്രതിഷ്ഠാവിധാനമായ താന്ത്രിക കർമ്മങ്ങൾക്ക് ഗുരുദേവൻ യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നുള്ളതും ഒരു സവിശേഷതയായിട്ട് നമുക്ക് കണക്കാക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും നമുക്കിത് നിർത്തുവാനോ തീർക്കുവാനോ സാധിക്കില്ല. ഇനിയും അരുവിപ്പുറം പ്രതിഷ്ഠയെപ്പറ്റി ഏറെ പറയുവാനുണ്ട്. സമയപരിമിതിയിൽ എൻ്റെ ഈ കൊച്ചറിവിൽ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇതോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.